അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെയർ ഓയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് ഇതെൻ്റെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ്, സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയാം. അത് ഈ ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി റിസൾട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത് ഡാൻഡ്രഫിനും അതുപോലെ തന്നെ മുടി വളരാനായിട്ടും സ്പ്ലിറ്റൻ്റ് ഹെയറിനും ഒക്കെ ഉള്ള നല്ലൊരു പരിഹാരമാണ്. നല്ല മുടി ഷൈനിങ് ആയിട്ട് കിടക്കും. അപ്പം ഈ ഹെയർ ഓയിൽ നമ്മൾ ആഴ്ചയിൽ 2-3 തവണ തലയിൽ തേച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. നല്ല റിസൾട്ടാണ് ഇതിന്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഹെയർ ഓയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പം നമുക്ക് ആ മാജിക് ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് മുടി വളരാനുള്ള എണ്ണയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു 9 ചെറിയുള്ളി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ തുളസിയിലയാണ്. അത് ഏത് തുളസി വേണമെന്നാലും കുഴപ്പമില്ല. കൃഷ്ണ തുളസിയോ രാമ തുളസിയോ അങ്ങനെ എന്ത് തുളസിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഒരു ചെറിയ കൈപ്പിടി തുളസിയില എടുത്തിട്ടുണ്ട്. തുളസിയില ഒത്തിരി വേണ്ട, കാരണം തുളസിയിൽ നമുക്ക് ചൂടാണ് തലയ്ക്ക്, അതുകൊണ്ട് തുളസിയില കുറച്ച് മതി. പിന്നെ ആര്യവേപ്പില ഒരു 4 ചെറിയ തണ്ട് ആര്യവേപ്പില ഇതുപോലെ ലീഫായിട്ട് അടർത്തിയെടുത്തിട്ടുണ്ട്. വലിയ തണ്ടാണെങ്കിൽ 2 തണ്ട് ആര്യവേപ്പില മതി. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മുടെ നാടൻ കറിവേപ്പില കേട്ടോ, നാടൻ കറിവേപ്പിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സാധനം അലോവരയാണ്, കറ്റാർവാഴ. അപ്പം ഇതുപോലെ ഒരു 3 കറ്റാർവാഴ പീസ് ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി അതിൻ്റെ പൾപ്പെല്ലാം എടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ഞാൻ എടുത്തത്. എങ്ങനെയാണ് ഇതിൻ്റെ പൾപ്പ് എടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. മിക്കവാറും പേർക്ക് അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പീസ് മാറ്റി വെച്ചത്. അപ്പോൾ ഇതുപോലെ ഒരു നല്ല വലിപ്പമുള്ള 3 പീസ് അലോവര ഞാൻ എടുത്തിട്ടുണ്ട്, അതായത് കറ്റാർവാഴ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജെല്ല് നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരു കറ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കറ ഒന്ന് കളയാൻ വേണ്ടി ഏതൊരു പേപ്പറിൽ വെച്ചൊന്ന് ഈ കറ കളഞ്ഞ് നമ്മൾ എടുക്കണം. ആദ്യമേ നമ്മൾ അലോവര എടുക്കുക, എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിക്കുക. മുറിച്ചതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ നെടുവെയുള്ള ഇങ്ങനെ നമുക്കിതിൻ്റെ തൊലി കളയാം. നമ്മളതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ എടുത്താൽ മാത്രം മതി. കണ്ടോ, ഇത്രേ ഉള്ളൂ കാര്യം. നമ്മളിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ചേർക്കാനായിട്ട്. അപ്പം ഞാനിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും. നമുക്ക് വെളിച്ചെണ്ണ വേണം. ഓക്കെ, അതിൽ മില്ലി നാട്ടിയ നാടൻ വെളിച്ചെണ്ണയാണ് നല്ലത്. പിന്നെ അതില്ലാത്തവരുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് എടുത്താലും മതി. മുടി വളരാനുള്ള എണ്ണയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ കാച്ചാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിതിലേക്ക് ഈ നമ്മുടെ പാൻ ചൂടാകുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന തലമുടി വളരാനുള്ള എണ്ണയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് പ്യുവർ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ. എണ്ണ ചൂടായിട്ട് വേണം നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇടാനായിട്ട്. തണുത്ത എണ്ണയിലോട്ട് ഒരിക്കലും ഇടരുത്. ഇപ്പം എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. ചെറിയ ഉള്ളിയുടെ ഒരു പീസ് ഇട്ട് കൊടുത്തു നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ഈ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാരണം നല്ല ചൂടായ എണ്ണയാണ്, അതുകൊണ്ട് എണ്ണ മുറിക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ ഇത് ഒന്ന് കുറച്ച് വെക്കാം. നല്ലൊരു എണ്ണയാണിത് കേട്ടോ, മുടി വളരാനായിട്ടും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ കുറയും, തലമുടി നന്നായിട്ട് വളരും. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ തലയിൽ തേച്ചാൽ മതി കേട്ടോ. നല്ല റിസൾട്ടാണ് ഇതിന്. ചെറിയുള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ബാക്കി സാധനം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് കരിഞ്ഞു പോരുത്, മൂത്ത് പോയാൽ അഴുക്കാം, നമ്മുടെ തലമുടി കൊഴിഞ്ഞു പോകും ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളിയെല്ലാം മൂത്തൊരുമാതിരി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ബാക്കി സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഈ സാധനങ്ങളെല്ലാം ബാക്കിയെല്ലാം നമുക്ക് ഒന്നിച്ച് തന്നെ ഇടാം കേട്ടോ.
അത് പ്രത്യേകം ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഒന്നിച്ച് തന്നെ ഇതെല്ലാം ഇടാം നമുക്ക്. ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ, ഹൈ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിവേപ്പില എല്ലാം പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. ആ കൂടെ തന്നെ നമുക്ക് അലോവേരയുടെ ജെല്ലും കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം അലോവേര ജെല്ല് ഒന്നായി വരണേ കുറേ താമസമുണ്ട്. മിക്സിയിലിട്ട് അടിച്ച ഈ അലോവേരയുടെ ജ്യൂസ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അലോവേര ഞാൻ പറഞ്ഞില്ലേ അത്രയും എടുത്ത് അതിൽ കൂടുതലായെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരുപാട് കൂടണ്ട, ഇച്ചിരി കൂടിപ്പോയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, നല്ലതാണ് അലോവേര. അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിത് പതുക്കെ ഇളക്കി കൊടുക്കാം. അതായത് ഈ പതഞ്ഞ് വരുന്ന ആ ഒരു നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ എണ്ണയുടെ കറക്റ്റ് പാകമെന്ന് പറയുന്നത് കേട്ടോ. ഇല ഒരുപാട് കരിഞ്ഞു പോരുത്, എന്നാൽ ഇല ഒരു ചെറുതായിട്ടൊരു ക്രിസ്പി ആവുകയും ചെയ്യണം. ഒരുപാട് കരിഞ്ഞു പോരുത്. ആ ഒരു എണ്ണ റെഡി ആയതായിട്ട് കണക്കാക്കാം. നിങ്ങൾ ഒരു ഇല എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രൈ ആക്കല്ലേ, ശ്രദ്ധിച്ചു വേണം. കാരണം നമ്മൾ തലമുടിക്കൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ എപ്പോഴും ഒരുപാട് മൂക്കാൻ പാടില്ല, എന്നാൽ മൂക്കാതിരിക്കാനും പാടില്ല. അതിനൊക്കെ പ്രത്യേകിച്ചൊരു പാകമുണ്ട്. ആ പാകത്തിന് നമ്മൾ അത് ഇറക്കി വെക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടും, ഇങ്ങനെ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ഈ വീഡിയോ നല്ലപോലെ മുഴുവനായിട്ടും കണ്ട് കേട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് ഇനി ഇല ഈ നല്ലപോലെ നല്ലതായിട്ട് സോഫ്റ്റ് ആ ഒരു ഡ്രൈ ആവുന്ന പരുവം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ആ പാകം നിങ്ങളെ എന്താണെന്ന് കാണിക്കാം. അപ്പം നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പത എല്ലാം ഒന്ന് ഒതുങ്ങി, കണ്ടോ, എല്ലാം ഒന്ന് ഒതുങ്ങി. നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില ഞാൻ കാണിക്കാം, കണ്ടോ കണ്ടോ, ഇങ്ങനെ ഒന്ന് പച്ചപ്പ് മാറുകയും ചെയ്യും, ഒടിയുന്ന പരുവ്. അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ എണ്ണ ഈ ഒരു പരുവാണ് കേട്ടോ. ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഈ ഉള്ളിയൊക്കെ തന്നെത്താനെ അതിനകത്ത് കിടന്ന് എല്ലാം റെഡി ആയിക്കോളും കേട്ടോ. നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് തലമുടി വളരാനായിട്ട്. അപ്പം ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അപ്പം നമ്മുടെ എണ്ണ കണ്ടോ, നമ്മുടെ എണ്ണ നമ്മൾ ഇറക്കി വെച്ചു. ഇനി ഇത് നല്ലതായിട്ട് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ. അപ്പം നമ്മുടെ താരനും മുടി കൊഴിച്ചിലിനുമുള്ള ആ അടിപൊളി മാജിക് ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല റിസൾട്ടാണ്. കാരണം ഇത് മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ താരനും തലമുടി നന്നായിട്ട് വളരാനും എല്ലാത്തിനും നല്ല റിസൾട്ടാണ് ഈ ഹെയർ ഓയിലിന്. ഇതെൻ്റെ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പിയായ ഹെയർ ഓയിലാണ്. അപ്പം ഞാൻ പരീക്ഷിച്ചറിഞ്ഞ ഒരു ഹെയർ ഓയിലും കൂടിയാണ്. നിങ്ങൾക്കത് ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു ഹെയർ ഓയിലാണ് ഇത്. എന്തായാലും എൻ്റെ ഈ ഹെയർ ഓയിൽ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.